ഞാൻ ഡോക്ടർ സജീവ് മറ്റത്തിൽ. നമ്മുടെ അടുത്ത് ഈ രോഗികൾ വരുന്ന സമയത്ത് അവരുടെ കൂട്ടത്തിൽ തന്നെ കൊച്ചു കുട്ടികളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ കൊച്ചു കുട്ടികൾ വരുമ്പോൾ അവരുടെ പല്ലുകൾ വളരെ വികൃതമായിട്ടും ചെളി പിടിച്ച പോലെയും ഒരുമാതിരി കക്ക പിടിച്ച പോലെയൊക്കെ ഒരു വൃത്തിഹീനമായി എത്തിയിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങളെങ്ങനെ ഈ പല്ല് തേപ്പിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ ബ്രഷും പേസ്റ്റ് ഇട്ട് ഞങ്ങൾ പല്ല് തേക്കും, അതാ ഞങ്ങളുടെ കൊച്ചിന് കൊടുക്കും. ഞാൻ പറഞ്ഞു, ഇനി മേലാൽ ഇത്തരം സാധനങ്ങൾ കൊടുക്കാൻ പാടില്ല. കുട്ടികൾക്കായാലും വീട്ടിലുള്ളവർക്കായാലും പല്ല് തേക്കുന്നതിന് പേസ്റ്റും ബ്രഷും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതിന് പകരമായിട്ട് നമുക്ക് പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഉമ്മിക്കരിയുണ്ട്. ഉമ്മിക്കരിയേക്കാളും ഈ പഴുത്ത മാവിൻ്റെ ഇല, പിന്നെ പഴുത്ത പ്ലാവിൻ്റെ ഇല, പേരയില, അതുപോലെ തന്നെ തുളസി ഇല. ഞാനൊക്കെ രാവിലെ പല്ല് തേക്കുന്ന തുളസി ഇല, അല്ലെങ്കിൽ കൊടങ്കലിൻ്റെ ഇല, അല്ലെങ്കിൽ നെല്ലിയില, ഇത്തരം ഇലകൾ ഏത് വേണം ഉപയോഗിച്ചിട്ട് നമുക്ക് പല്ല് തേക്കാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞു, കൊച്ചു കുട്ടികൾക്ക് പല്ല് തേക്കുന്നതിന് ആവശ്യത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു കൊടുത്തത് തേൻ ഉപയോഗിച്ചിട്ട് കൊച്ചു കുട്ടികൾക്ക്, വലിയവർക്കും ചെയ്യാം. തേൻ ഉപയോഗിച്ച് പല്ല് തേച്ചാലും പല്ലിന് കേടുണ്ടാകില്ല, പല്ല് ഈ വൃത്തികേടായിട്ടിരിക്കുകയില്ല, പല്ലിൻ്റെ കളറും ഉണ്ടാകും. അതുപോലെ നമ്മുടെ വീട്ടിലുള്ള തേങ്ങയുടെ എണ്ണ ഉപയോഗിച്ച് നമുക്ക് പല്ല് തേക്കുന്നതിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഉപ്പുകല്ല്, ഉപ്പുനീര്, ഇതുകൊണ്ടൊക്കെ നമുക്ക് പല്ല് തേക്കാം. അതുപോലെ തന്നെ ബ്രഷ് കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പല്ലിൻ്റെ ഇട വർദ്ധിക്കുകയും അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനം അതിൽ കയറുകയും ചെയ്യും. ബ്രഷ് ഉപയോഗിക്കുക, കൈ കൊണ്ട് തന്നെ പല്ല് തേച്ച് കഴിഞ്ഞാൽ അത് നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. നമ്മൾ ഭക്ഷണങ്ങളൊന്നും ഇടയ്ക്ക് കയറാതെ ഇരിക്കും, പല്ല് കേടാകാതെ ഇരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വായിലുള്ള സോഫ്റ്റ് ടിഷ്യൂസിലൂടെ നമ്മൾ ഈ കുട്ടികൾ പോലും എടുക്കാൻ പാടില്ല എന്നാണ് പല പേസ്റ്റിൻ്റെയും പുറത്ത് ചെറിയ അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത്തരം പേസ്റ്റുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അത് വിഷമാണെന്നുള്ള ഉറപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ വായിലെ സോഫ്റ്റ് ടിഷ്യൂസ് വഴി നമ്മുടെ വായിൽ അത് വയറ്റിലേക്ക് പോകും. ഇത് വലിച്ചെടുക്കും നമ്മുടെ ശരീരം വലിച്ചെടുത്ത് നമ്മുടെ രോഗാവസ്ഥ. നമ്മുടെ അടുത്ത് വയറുവേദനയായിട്ട് പല ആൾക്കാരും വരാറുള്ള ചില ആൾക്കാരുണ്ട്. അവരോട് ഞാൻ പറയാറുണ്ട്, പേസ്റ്റും ബ്രഷും ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ അവർ വയറുവേദന പൂർണ്ണമായിട്ടും മാറിയതായിട്ട് എനിക്ക് അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പാലിച്ചു പോയാൽ നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ ഒരു കാരണം കൂടെ ഞാൻ പറഞ്ഞു തന്നതാണ്. ഓക്കെ, താങ്ക് യു.